ഹലോ ഗൈസ്, എന്തുണ്ട് വിശേഷം? ആസ് യൂഷ്വൽ സഫയിൽ നിന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്നൊരു പുതിയ ലൊക്കേഷനിലേക്കാണ് പോണത്. നിങ്ങളും കൂടെ വാ. ഇന്ന് നമ്മൾ സ്ഥിരം പോകുന്ന ലൊക്കേഷനിൽ നിന്ന് ഒന്ന് സ്ഥലം മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്ന ലൊക്കേഷൻ അയൺ ബ്രിഡ്ജ് എന്ന് പറയും. അപ്പോൾ ഇനി അവിടെ എത്തി കാണാം. ഈ അയൺ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സിറ്റിയിൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ടു യാസ് ഐലൻഡ് ആണ്. ഇവിടെ എന്തോ പ്രൊജക്റ്റ് വരുന്നുണ്ടോ തോന്നുന്നു. മുന്നേ ഇവിടെയൊക്കെ ഫുൾ ഓപ്പൺ ആയിരുന്നു. ഇപ്പൊ എന്തോ വൈറ്റ് ബോർഡൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇവർ. ഇനി നിങ്ങളിവിടെ കാണുന്ന ഓരോ കാറും ഓരോ ആംഗ്ലേഴ്സിൻ്റെതാവും. നമ്മളിപ്പോൾ പോകുന്ന ഈ ബ്രിഡ്ജ് അല്ല ശരിക്കും അയൺ ബ്രിഡ്ജ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഒട്ടുമിക്ക ആംഗ്ലേഴ്സും ഈ ബ്രിഡ്ജിന്റെ താഴെയാവും കാസ്റ്റ് ചെയ്യുക. കാരണം നല്ല ഹമൂറിനെ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഒരു ടീം ആംഗ്ലേഴ്സ് അവിടെ ഓൾറെഡി കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് കാർ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാം. നമ്മുടെ നേരെ ഉള്ള ബ്ലാക്ക് കവറില്ലേ, അതിൽ ഫുള്ളും ഇവിടുത്തെ വേസ്റ്റ് ഔട്ടാ. ഇവിടെ വരുന്ന ഓരോ ആംഗ്ലേഴ്സും അവർ യൂസ് ചെയ്യണ എല്ലാ വേസ്റ്റും ഇതുപോലുള്ള ബ്ലാക്ക് സാക്കിലായിട്ട് നമ്മളിവിടെ എവിടെയെങ്കിലും കീപ്പ് ചെയ്യും. മുനിസിപ്പാലിറ്റിയുടെ ടീംസ് വന്നിട്ട് അതെടുത്തുണ്ടാവും. അതാണ് ഇവിടുത്തെ പതിവ്. നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ കുറേ വേസ്റ്റിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ആംഗ്ലേഴ്സിന് ആദ്യം എന്തോ മീൻ കിട്ടിയെന്നാണ് വിചാരിച്ച്. നമുക്കപ്പോൾ തന്നെ മനസ്സിലായി അത് പാറയിൽ സ്റ്റെക്കായിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ലോ ടൈഡാണ്, പക്ഷെ നല്ല അടിയൊഴുക്കുണ്ട്. അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഹുക്ക് നേരെ എവിടെയെങ്കിലും പാറയെ പോയി സ്റ്റെക്കാവും. അതാണ് ഇപ്പോൾ നോർമലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. റാസിന്റെ ചൂണ്ടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മീൻ അടിച്ചായിരുന്നു. സ്പോട്ടിൽ തന്നെ റാസിനെ അത് ഹുക്കപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് അതും പാറയിൽ സ്റ്റെക്കായിട്ടിരിക്കുന്നു. ദിസ് ഈസ് ദ കറന്റ് സിറ്റുവേഷൻ ഗൈസ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ദ റിയൽ അയൺ ബ്രിഡ്ജ്. നമ്മൾ നോർമലി ആ ബ്രിഡ്ജിന്റെ സൈഡ് അപ്പുറത്തെ സൈഡിലൊക്കെ പോയിട്ടാണ് കാസ്റ്റ് ചെയ്യാറ് കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് സെറ്റപ്പ്. എൻ്റെ ഫിഷിംഗ് റോഡിന്റെ ടിപ്പിന്റെ അടുത്ത് ഒരു ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ബെല്ല്. നമുക്ക് ഫിഷ് ആദ്യമേ ഹുക്കപ്പ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോട്ടിൽ ബെല്ല് റിങ് ചെയ്യും. ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ഫിഷിംഗ് റീല് ഷിമാനോയുടെ FX ആണ്. FX 4000 കുഴപ്പമില്ലാത്തൊരു റീലാണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് റോഡ് വൈറ്റ് റാബിറ്റിന്റെ സീലൂർ എന്ന റോഡാണ്. നല്ല റോഡാണ്. അതുപോലെ നിങ്ങൾക്കിപ്പോ എന്റെ ഫിഷിംഗ് റോഡിന്റെ ടിപ്പിൽ നോക്കി കാണാൻ പറ്റും ചെറുതായിട്ട് ഫിഷ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബിഗ് സ്ട്രൈക്കിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു കാത്തിരിപ്പ് മാത്രമായിരുന്നു. നല്ല പേഷ്യൻസ് വേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ ഈ ഫിഷിംഗ്. എല്ലാവരെ കൊണ്ടും ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെയും ഇതുപോലെ 1-2 ടൈം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് നല്ലൊരു സ്ട്രൈക്ക് കിട്ടും. പക്ഷേ എക്സ്പെക്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് റാസിന് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ റാസിൻ അത് റിട്രീവ് ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടവൻ അപ്പോൾ തന്നെ വലിയ മീനൊന്നല്ല, ചെറിയ എന്തോ മീനാന്ന് പറഞ്ഞു. നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു അതെന്താന്ന് കാണാന്നുള്ളൊരു ആകാംക്ഷ. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫിഷാണ്, ശേരി എന്ന് പറയും. ഇവന്റെ വലിയ സൈസിനൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഒരു 1.5 kg 2 kg ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് മുന്നേ. ഇത് ഒരു റിലീസിങ് സൈസ് ആയിരുന്നു. നമ്മളപ്പോൾ തന്നെ ഇതിന് റിലീസ് ചെയ്യുകയും ചെയ്തു. അവിടുന്ന് ഒരു 5 minutes കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടി. പിന്നെ ഞാൻ റിട്രീവ് ചെയ്യായിരുന്നു. അതും ഒരു സ്മോൾ ഫിഷ് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ശേരി റാസിന് കിട്ടിയ സെയിം സൈസ് ശേരി തന്നെയെന്ന് വിചാരിച്ചു. പിന്നെ വരുമ്പോഴാണ് മനസ്സിലായത് ബദയായിരുന്നു. ബദ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ഫിഷ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഈ മീൻ എന്ത് പേര് പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ അതിന് റിലീസ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു ജെറ്റ് സ്കി വൺ മാൻ ഷോ നടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതും റെക്കോർഡ് ചെയ്തു. ഇവിടുന്ന് ഈ സെയിം സൈസ് ഫിഷസിന് തന്നെ കിട്ടുന്ന കാരണം നമ്മൾ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ഈ ലൊക്കേഷനിൽ വന്നപ്പോൾ നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബർ കിട്ടി. പുള്ളിക്കാരൻ ഇവിടെ ഒരു ലോക്കലിൻ്റെ വീട്ടിലാണ് ഉറക്കിയത്. പേര് അൻവർക്ക, മലപ്പുറത്താണ് വീട്. പുള്ളിക്കാരൻ നമുക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ ഏത് ഏരിയയിലാണ് കൂടുതൽ നമുക്ക് കാസ്റ്റ് ചെയ്ത മീൻ കിട്ടുക എല്ലാം പുള്ളിക്കാരൻ പറഞ്ഞു തന്നു. അൻവർക്കയുടെ ടിപ്സിന് റിസൾട്ട് കിട്ടാൻ നമുക്ക് അത്ര നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ റാസിനൊരു ഫിഷ് സ്ട്രൈക്ക് ചെയ്ത്. ഒരു ഗുഡ് കീപ്പിംഗ് സൈസ് ഒരു ഏരിയനെയാണ് നമുക്ക് ഇപ്രാവശ്യം അടിച്ചത്. ഇന്ന് കിട്ടിയ മീനിനെല്ലാം നമ്മൾ അൻവർക്കാക്ക് കൊടുത്തിട്ട് നമ്മൾ ഈ അയൺ ബ്രിഡ്ജ് ലൊക്കേഷനോട് വാങ്ങി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ലൊക്കേഷനും പുതിയ മീൻപിടുത്തവുമായി നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.